Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. തൃത്താല മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികളുമായി കൂറ്റനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. തൃത്താലയിലെ വികസനം ചർച്ചയാക്കിയായിരുന്നു മുഖാമുഖം പരിപാടി ഒരുക്കിയത്. കൂറ്റനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പേരിൽ തൃത്താല മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംവാദം ഒരുക്കിയത്. കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന തൃത്താല നിയോജകമണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികൾ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുത്തു. നാട് ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സ്ഥാനാർത്ഥികളുടെ വെല്ലുവിളികളും വികസന ചർച്ചകളും ആരോപണ പ്രത്യാരോപണങ്ങളും മത്സരാന്തരീക്ഷത്തെ ആവേശത്തിലാക്കിയ ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തിയത്. LDF സ്ഥാനാർത്ഥി MP രാജേഷ്, UDF സ്ഥാനാർത്ഥി VT ബൽറാം, NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ, SDPI സ്ഥാനാർത്ഥി ഷഹീർ ചാലിപ്പുറം എന്നിവരാണ് പ്രചരണ തിരക്കിനിടയിൽ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും അടുത്ത 5 വർഷത്തെ പ്രകടന പത്രികയുമായാണ് രണ്ടാം മൂഴം തോടുന്ന മന്ത്രി കൂടിയായ MP രാജേഷ് മുഖാമുഖത്തിനെത്തിയത്. വാർത്തകളിൽ നിറഞ്ഞു നിന്ന സുസ്ഥിര തൃത്താല, എൻലൈറ്റ് സ്കോളർഷിപ്പ്, അൻപോടെ തൃത്താല തുടങ്ങിയ തനതു പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും പ്രകടന പത്രികയും മന്ത്രി MP രാജേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളെ സംബന്ധിച്ച് പ്രധാന വിഷയം വികസനം തന്നെ. വികസനം എന്ന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ക്യാമ്പയിനെ വികസനത്തിൽ തന്നെ കേന്ദ്രീകരിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നാടിൻ്റെ വികസനം, തൃത്താലയുടെ വികസനം സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ ഈ മീറ്റ് ദ കാൻഡിഡേറ്റിനെ ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1152.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആണ് തൃത്താലയിൽ നടപ്പാക്കിയത്. ഇനി ഇതിൻ്റെ തുടർച്ചയാണ് ഉണ്ടാവുന്നത്. ആ തുടർച്ചയെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ രേഖയുമുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലായിരുന്നു ഈ 5 വർഷത്തെ പ്രധാന ശ്രദ്ധ. കാരണം അത്രയും പരിതാപകരമായിരുന്നു നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നത്. റോഡുകൾ ആണ് പ്രധാനം. തകർന്ന തരിപ്പണമായ റോഡുകളാണ് 2021 കൈമാറി കിട്ടിയത്. ഇന്ന് 29 PWD റോഡുകൾക്ക് ഫണ്ട് വിളിച്ചു കഴിഞ്ഞു. 15 എണ്ണത്തിന്റെ പണി പൂർത്തിയായി, 10 എണ്ണത്തിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളത് തുറന്നു. തുടർന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായി. 2 തവണ തൃത്താലയെ പ്രതിനിധീകരിക്കുകയും 3-ാം അംഗത്തിൽ കാലിടറുകയും 4-ാം അംഗത്തിന് കച്ചമുറുക്കുകയും ചെയ്യുന്ന VT ബൽറാം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നു കൊണ്ട് ചെയ്ത വികസന കാര്യങ്ങൾ മുഖാമുഖം പരിപാടിയിൽ വിശദീകരിച്ചു. വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും VT ബൽറാം വിശദീകരിച്ചു. കേരളത്തിലുടനീളം ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ വിലയിരുത്തുന്നത്, ഈ ഇലക്ഷൻ UDFന് അനുകൂലമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. നമ്മൾ കാണുന്നത് സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ തൃത്താലയിൽ ചർച്ചയാവുന്നുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥി ഒരു മന്ത്രിയാണ്, നേരത്തെ സ്പീക്കറായിരുന്ന ആളാണ്, ഭരണപക്ഷത്തെ പ്രമുഖനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരങ്ങളും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിമർശനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാണുന്നത്, അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻറ്റുകൾ നൽകുന്നതിൽ വലിയ വീഴ്ച ഏറ്റവും ഒടുവിലടക്കം സംഭവിച്ചു. 3 ഗഡുക്കളായി നൽകേണ്ടുന്ന ഗ്രാൻറ്റിൻ്റെ 3-ാം ഗഡു മാർച്ച് മാസം 31-ന് മുമ്പ് വിതരണം ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകളുടെ പദ്ധതി പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാവുകയാണ്. അപ്പോൾ അതിൻ്റെ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന് പറയുമ്പോൾ ആ നിലയിലുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് അത് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം സർക്കാരിൻ്റെ എല്ലാ നടപടികളുടെയും ഒരു ന്യായീകരണ വക്താവായി പലപ്പോഴും അവതരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നിയമസഭയ്ക്കകത്തും പുറത്തും. മലപ്പുറത്ത് നിന്നും തൃത്താലയിൽ കന്യാംഗത്തിനെത്തിയ NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ വികസന രേഖയുമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. തൃത്താലയിൽ ഇനിയും അടിസ്ഥാന വികസനം എത്തിയിട്ടില്ലെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്നും താൻ ജയിക്കുകയാണെങ്കിൽ MLAക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പാവങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തൃത്താലയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെ കാലമായി 2 മുന്നണികളെയും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃത്താലയെ പ്രതിദാനം ചെയ്യുന്നത് CPMന്റെ പ്രതിനിധിയാണ്. അത് MLA മാത്രമല്ല, മന്ത്രിയാണ്. തൊട്ടു മുൻപ് ഏകദേശം 10 വർഷക്കാലം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്നു തൃത്താലയെ പ്രതിനിധീകരിച്ചത്. അതിനു മുൻപ് മാറി മാറി തൃത്താലയെ പ്രതിനിധീകരിച്ച 2 മുന്നണികളും തൃത്താലയുടെ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനം തന്നെയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ തൃത്താല കേരളത്തിലെ 140ാമത്തെ പിന്നോക്ക മണ്ഡലമായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ തൃത്താലയിൽ സന്ദർശിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തൃത്താല ഒരു കാർഷിക സമ്പന്നമായ പ്രദേശമാണ്. കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല. സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നില്ല. ഇനി സംഭരിച്ചാൽ തന്നെ അതിൻ്റെ പണം ലഭിക്കുന്നില്ല. കർഷകൻ്റെ നട്ടെല്ലൊടിഞ്ഞിരിക്കുകയാണ്. അന്നദാതാക്കളായ കർഷകരുടെ കണ്ണുനീർ വീണ മണ്ണായി
ഈ തൃത്താല മാറുന്നു എന്നുള്ളതാണ്. SDPI സ്ഥാനാർത്ഥി ഷഹീൽ ചാലിപ്പുറം ബദൽ രാഷ്ട്രീയ വികസനമാണ് ചർച്ച ചെയ്തത്. തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന തീവ്രവാദ ആക്ഷേപങ്ങളെല്ലാം ജനം തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചതെന്നും ഷഹീൽ ചാലിപ്പുറം സൂചിപ്പിച്ചു. കഴിഞ്ഞ 17 വർഷക്കാലത്തിനിടയിൽ 23ഓളം സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 15 സംസ്ഥാനങ്ങളിൽ കൃത്യമായ ഘടനാ സംവിധാനത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് ഉൾപ്പെടെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളും കർണാടകയിലും തമിഴ്നാട്ടിലും പഞ്ചായത്ത് ഭരണം പോലും നിർവഹിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന തമിഴ്നാട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന DMK-യിൽ SDPI ഒരു കക്ഷിയായി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുള്ള വിവരവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ആകമാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി SDPI മാറിയിരിക്കുന്നു എന്നുള്ളതും. മീറ്റ് ദ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരായ TVM അലി, C മൂസ എന്നിവർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CA ഇസ്മയിൽ, V രഘു, AC ഗീവർ, KG സണ്ണി, മധു കുറ്റ്നാട്, റഹീസ് പെരുമണ്ണൂർ, അൻവർ കൂടല്ലൂർ, ശിവപ്രസാദ് തൃത്താല, ഉണ്ണികൃഷ്ണൻ, ഷിബിൻ, അഷറഫ് ആറങ്ങോട്ടുകര തുടങ്ങിയവർ പങ്കെടുത്തു.